ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഏവ ടേസ്റ്റ് ബഡ്സ്. ഇത് നമ്മുടെ റെസിപ്പി ഒരു പോർക്ക് അച്ചാറാണ്. അതെങ്ങനെ തയ്യാറാക്കും നോക്കാം. ആദ്യം കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പീസുകൾ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കഴുകി കഴിഞ്ഞ ശേഷം കുറച്ച് നേരം വെള്ളമൊക്കെ പോകാൻ വേണ്ടി എടുത്തു വെക്കണം. അല്ലെങ്കിൽ വെന്ത് വരുമ്പോൾ ഒരുപാട് വെള്ളം അതിൽ കുക്കറിൽ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മസാലപ്പൊടിയാണ്. അതും 1/4 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കുക്കറിൽ വേവിക്കാൻ വെക്കാനായിട്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്താൽ മതി. അതുപോലെ നമ്മളിത് വേവിക്കുമ്പോൾ നന്നായിട്ട് വേവിക്കണം പോർക്ക്. പക്ഷെ അത് ഇങ്ങനെ കുഴഞ്ഞു പോകാൻ പാടില്ല, ഇങ്ങനെ അല്ലെങ്കിൽ വെന്തുടയാൻ പാടില്ല. നമുക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഇറച്ചി ഞാനിപ്പോൾ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ 2 വിസിലും പിന്നെ ലോ ഫ്ലെയിമിൽ 2 വിസിലും കൂടി അടുപ്പിച്ചിട്ടാണ് ഞാനത് വേവിച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ തുറന്ന് നോക്കുക. അത് കഴിഞ്ഞ് വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ അതിൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചെടുക്കണം. അത് നന്നായിട്ട് വേവിക്കണം. അല്ലെങ്കിൽ വെന്തില്ലെങ്കിൽ നമുക്ക് ഹെൽത്തിന് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ വരും. ഇപ്പം നമ്മുടെ പോർക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ബീഫ് അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് ഹാർഡായിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. ആദ്യം നമ്മൾ ഇത് പാനൊന്ന് ചൂടായതിനു ശേഷം അതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് അതിൽ കുറച്ച് വെള്ളമൊക്കെ കാണും. ആ വെള്ളം കൂടി നിങ്ങളത് ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ ആദ്യം അതൊന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം. കാരണം ഇതിൽ നെയ്യ് പീസും ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ഒരിക്കലും പോർക്കിൻ്റെ തൊലിപ്പുറം എടുക്കാൻ പാടില്ല. കാരണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് റബ്ബർ പോലെയും. പക്ഷെ അതിൻ്റെ നെയ്യും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പീസായിട്ട് തന്നെ ഞാനിതിൽ കട്ട് ചെയ്ത് ഇട്ടിരിക്കുന്ന ഇറച്ചിയുടെ പീസ് പോലെ നിങ്ങൾക്ക് അതും ക്യൂബായിട്ട് തന്നെ ഇടാം. ടേസ്റ്റ് ചെയ്യണം. അപ്പം അതൊക്കെ എല്ലാം ഉള്ള കാരണം നമുക്ക് ഇതിലധികം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുക്കറിലുള്ള ഇറച്ചിയും അതുപോലെ അതിൽ നിന്ന് വന്നിരിക്കുന്ന വെള്ളമെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കുക ചെറുതായിട്ട്. അതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളതൊന്ന് ഡ്രൈ ചെയ്തെടുക്കാൻ. പക്ഷെ നമ്മളിതിലധികം ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം അതിൽ ഓൾറെഡി അതിൻ്റെ പോർക്കിൻ്റെ നെയ്യ് തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം വെളിച്ചെണ്ണ കുറച്ച് ഉപയോഗിക്കുക. ഇതാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ പാകം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും ഭയങ്കര ഹാർഡായിട്ട് പോകരുത്. ഇപ്പോൾ നമ്മുടെ അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ശരിക്കും ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമ്മൾ മാറ്റിയതിന് ശേഷം ആ പാനിൽ തന്നെ അതിൽ ഓൾറെഡി ഓയിൽ ചെറുതായിട്ടുണ്ടല്ലോ ബാലൻസ്, അതിൽ കൂടി നമുക്ക് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സാധാരണ എല്ലാവരും അച്ചാർ ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യുക. എനിക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ചൂടാവണം. ചൂടായതിന് ശേഷം വേണം നമുക്കിതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായെന്ന് അറിയാനായിട്ട് നിങ്ങളൊരു വേപ്പിലോ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ അത് പൊന്തി വരുന്നത്. ഇനി അതിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമ്മൾ വേഗം ഉലുവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇത് ചെയ്യുന്നതെല്ലാം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. പ്രത്യേകിച്ച് നമ്മുടെ ഉലുവ. അപ്പോൾ ഉലുവ ഇങ്ങനെ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അത് പിന്നീട് പൊടിയായിട്ട് ചേർത്ത് ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്ത് കൊടുക്കുക. അപ്പം ഇത് നമ്മൾ വെക്കുമ്പോൾ ഇത് പൊട്ടിയൊക്കെ തെറിക്കും, കടുകൊക്കെ പൊട്ടുമ്പോൾ. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് മൂടി വയ്ക്കും. അപ്പോൾ മൂടി വയ്ക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അടച്ചു വയ്ക്കരുത്, കുറച്ച് തുറന്ന് വയ്ക്കുക. അതാണ് കുറച്ചും കൂടി സേഫ്. കടുകും ഉലുവൊക്കെ പൊട്ടിയതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ആദ്യം തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഇഞ്ചിയെല്ലാം ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ വെളുത്തുള്ളി,
എല്ലാം ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് സാധാരണ നമ്മൾ നീളത്തിൽ സ്ലൈസ് ചെയ്ത് ഇടാറ്. അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതെല്ലാം തിരിഞ്ഞെടുക്കും. അപ്പോൾ എൻ്റെ മക്കൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും നമ്മളിത് കഴിക്കുമ്പോൾ ഇങ്ങനെ പീസായിട്ട് ഇങ്ങനെ കിടക്കുന്നത് തിരിഞ്ഞെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമുക്കൊരു ഗ്രേവിയും കൂടി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണേ. പിന്നെ അപ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ ഊറിക്കിടക്കില്ല. അപ്പോൾ നല്ല കട്ടിയായിട്ട് നല്ല സെറ്റായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില സമയത്ത് ഇതെല്ലാം പേസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ അച്ചാർ വാങ്ങുമ്പോൾ കണ്ടിട്ടില്ലേ, അതിൽ കഷ്ണങ്ങൾ നമുക്ക് ഉണ്ടാവില്ല. അതിലെല്ലാം അതിൻ്റെ ചാറായിരിക്കും, ലിക്വിഡ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇഞ്ചിയുടെ ഇതിൻ്റെ എല്ലാത്തിനും ഫ്ലേവർ ഉണ്ടെന്ന് ഒന്നും കാണില്ല. അപ്പോൾ അതിന് ശേഷം നമ്മളിങ്ങനെ ഇതിലോട്ട് പച്ചമുളക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനൊരു പച്ചമുളക് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഒരു 5-8 ഞാൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കാരണം എൻ്റെ വലിയ എരിവൊന്നുമില്ല. പിന്നെ നമ്മൾ അതിലോട്ട് മുളകും കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ ഇറച്ചി വേവിച്ചപ്പോഴും അതിലിട്ട് കൊടുത്തിട്ട്, അപ്പം നമ്മൾ എരിവിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാൻ ചെറിയുള്ളിയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്താൽ മതി കേട്ടോ, ഓപ്ഷനിലാണ്. ചെറിയുള്ളിയും കൂടി ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അതുപോലെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടിരിക്കും. അതുകൊണ്ട് എനിക്കങ്ങനെ ഇഷ്ടം പേഴ്സണലി, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അതിലോട്ട് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം നമുക്കിത് വാട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ തീ ലോ ഫ്ലെയിമിലാണ്. അല്ലെങ്കിൽ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം അത് നമ്മൾ കനം കുറച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്താലിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഉപ്പിൻ്റെ കാര്യം ഒക്കെ നിങ്ങളുടെ പാകത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വാടിക്കൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ തീയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ ഉള്ളി ചേർത്താലോ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം നാൾ നമുക്കത് സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുക, അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. പുറത്തെടുക്കുമ്പോൾ ഉണങ്ങിയ സ്പൂൺ വെച്ച് എടുക്കുക, എന്നിട്ട് സേഫായിട്ട് ഫ്രിഡ്ജിൽ തന്നെ ഇത് ചെയ്യാം. ഇനി ഇപ്പോൾ നമ്മുടെ ഇതെല്ലാം വാടിയിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക്, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകാണ് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇടുക, കുറവോ ഇഷ്ടമുള്ളവരെ അതനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എരിവിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. അതിലിങ്ങനെ കുരുമുളകൊക്കെ ആഡ് ചെയ്യണത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാനായിട്ട്. കാരണം നമ്മളിത് പോർക്ക് അച്ചാറല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് കൂടി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്, ആ ചോയൊക്കെ മാറി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കുരുമുളകും മസാലപ്പൊടിയൊക്കെ ആഡ് ചെയ്യണം. ഇപ്പോൾ ഇതിന് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മുരിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ പൊടികളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടി ഡയറക്റ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വിനാഗിരിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കത് ആഡ് ചെയ്ത് നന്നായിട്ട് തീ കുറച്ച് വെച്ച് അതിൽ നിന്ന് എണ്ണയൊക്കെ തെളിയണവർ വെയിറ്റ് ചെയ്തിട്ട് വേണം അതിലോട്ട് വിനാഗിരി ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനതിൽ വിനാഗിരി ഒരു 3/4 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം തിളപ്പിച്ച് അര ചൂടുവെള്ളവും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കേണ്ടവരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ഇതിലോട്ട് ഇറച്ചി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇറച്ചി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആഡ് ചെയ്ത് കൊടുത്ത് വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി അതിലോട്ടൊന്ന് ചേരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ലാസ്റ്റാണ് ഞാനിതിൽ കുറച്ച് കായപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പല ഫംഗ്ഷന് പോയാൽ നമ്മൾ പല തരത്തിലുള്ള അച്ചാർ കണ്ടിട്ടുണ്ട്. മീൻ്റെ കണ്ടിട്ടുണ്ട്, ഇറച്ചിയുടെ ബീഫ് കണ്ടിട്ടുണ്ട്, ചിക്കൻ കണ്ടിട്ടുണ്ട്, അതുപോലെ വെജിറ്റബിൾ ക്യാരറ്റിന് കണ്ടിട്ടുണ്ട്, ഒരുവിധം എല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷേ പോർക്ക് അച്ചാർ മാത്രം ഇതുവരെ നമ്മളാരും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഏതൊരു ഫംഗ്ഷന് പോയാലും മെയിനായിട്ടൊരു ഡിഷ് പോർക്കിൻ്റെ തന്നെയായിരിക്കും. അതിൻ്റെ ചാപ്സ്, വിന്താലു, അതുപോലെ പോർക്ക് മസാലയായിട്ട് പോർക്ക് ഒലത്തിയത് പല ടൈപ്പ്. പക്ഷെ അച്ചാർ മാത്രം ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് പോർക്കും കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കിക്കൂടാ. അപ്പോൾ എൻ്റേതായ രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ സംഭവം സക്സസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇറച്ചിയുടെ സ്ഥാനത്ത് ഇറച്ചിയായി, അച്ചാറിൻ്റെ സ്ഥാനത്ത് അച്ചാറായി. അപ്പോൾ 2 in 1 ആയി. അപ്പോഴത്തേക്ക് നമ്മൾ കഞ്ഞിയുടെ ഒപ്പം കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാവും, നല്ല ചൂടൻ ചോറിൻ്റെ ഒപ്പം കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളത് ഡെഫിനറ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഉണ്ടാക്കി നോക്കി കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ
പോർക്കിൽ ഒഴിച്ചു കൊടുത്തിരുന്ന ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയിരുന്നു. ഇങ്ങനെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കായം പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്, ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് കായം പൊടിയുടെ ഇത് ക്വാണ്ടിറ്റി പോരാന്ന് തോന്നാൻ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിതിൽ ഒരു 1/4 ടീസ്പൂൺ ഏകദേശം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റാണ് നമ്മൾ പഞ്ചസാര 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾ പഞ്ചസാര ആദ്യം ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുക. അതിനുശേഷം ചൂടക്കാരി നമ്മൾ പോട്ടിലേക്ക് മാറ്റണം മുമ്പ് നിങ്ങൾ നോക്കുക അതിൽ ഉപ്പ് കുറവുണ്ടോ, അതുപോലെ എരിവ് പുളിയൊക്കെ ഇപ്പോൾ കൂടുതലായിരിക്കും ചിലപ്പോൾ. പക്ഷേ സംഭവം സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ആദ്യം കുറച്ച് പഞ്ചസാര ഇടുക, അതിന് ശേഷം ബാക്കിയുള്ള പഞ്ചസാര ഇട്ട് ശരിയാക്കാം. അപ്പോൾ ഉള്ളി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത്, ഉള്ളി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ എണ്ണയൊന്നും പൊന്തിക്കെടുക്കില്ല. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു ഗ്രേവി ആയിട്ട് ഒരു ഇറച്ചി അച്ചാറല്ല ഇറച്ചിക്കറി തിന്നണ ഫീല് കിട്ടും. അപ്പോൾ എനിക്കത് അങ്ങനെ ഇഷ്ടമല്ലാത്ത കാരണമാണ് കുറച്ചും കൂടി സെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കിങ്ങനെ കുറച്ച് തിക്കായിട്ടിരിക്കുന്നത് ഇഷ്ടം. അപ്പോൾ ഇതാ നമ്മുടെ പോർക്ക് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായതിന് ശേഷം ഞാൻ വേറൊരു ബൗളിലേക്ക് ഇട്ട് നിങ്ങളെ കാണിക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇന്നത്തേക്ക് ഇത്രമാത്രം. വീണ്ടും നമുക്കൊരു അടിപൊളി റെസിപ്പിയുമായി ഉടനെ തന്നെ കാണാം. അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുക. ബൈ ബൈ, ടേക്ക് കെയർ.